ചിന്തയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ എന്ന പോലെ അവന്റെ സ്വസ്ഥയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികൾ നിവൃത്തനായി തീർന്നു. ഒന്നൊരു വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും എന്ന പോലെ അവന്റെ സ്വസ്ഥയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി തീർന്നു. ആളുകൾക്കെല്ലാം വളരെ പരിചയമുള്ള വാക്യമാണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം, വാക്യം വായിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും അർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അതായത് ദൈവത്തിന്റെ വിശ്രമം എന്നൊരു സ്വസ്ഥതയെ കുറിച്ച് അവിടെ പറയും. ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നതൊപ്പം തന്നെ ആ സ്വസ്ഥ പ്രവേശിച്ചവന് തന്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥതയുള്ളതായി മാറി. ഇത് രണ്ടോ പറയുന്നത് അവിടെ. അപ്പൊ നമ്മൾ ഈ കാര്യം വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. മിസ്രൈമിൽ നിന്ന് കനാൻ ദേശിലേക്ക് പോകുന്ന തന്റെ ഇസ്രായേൽ ജനത്തിനോട് ഹല്ലേലൂയ പലർക്കും അവിടെ കയറാൻ കഴിയാതെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ ദൈവം തന്റെ ഭക്തനായ മോശയോട് പറഞ്ഞ ഒരു വാക്കിനെ പൗലോസ് അപ്പോസ്തലൻ എടുത്തെഴുതിയിരിക്കുകയാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എടുത്തെഴുതിയിരിക്കുകയാണ് ഈ വാക്യത്തിലൂടെ. അതായത് ദൈവം തന്റെ പ്രവൃത്തികൾ എന്ന പോലെ അവന്റെ സ്വസ്ഥയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിവൃത്തനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്താണ് ദൈവത്തിന്റെ വിശ്രമം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ദൈവം വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം തന്റെ എല്ലാ പ്രവൃത്തികളും സ്റ്റോപ്പ് ചെയ്ത് ഒരു പ്രവൃത്തികളിലെല്ലാം നിർത്തി അവിടെ വിശ്രമിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതങ്ങല്ല. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ദൈവം ക്ഷീണിച്ചുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി പോയത് കൊണ്ടുമല്ല, ദൈവം താൻ ചെയ്തതെല്ലാം ഏറ്റവും നല്ലതെന്നും മനോഹരമെന്നും കണ്ടു താൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും പൂർണ്ണമാണെന്നും നല്ലതാണെന്നും അറിഞ്ഞതുകൊണ്ട് ദൈവം ഒരു സന്തോഷത്തോടെ നമുക്ക് കാണുന്ന ഒരവസ്ഥയാണ് ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത്. ഇനിയൊന്നും ചെയ്യുവാനില്ല, സകലതും നല്ലതാക്കി, സകലതും പൂർത്തിയാക്കി, സകലതും നിവർത്തിച്ചു, ഏറ്റവും നല്ലതെന്ന് കണ്ടു. അതാ വചനം പറയാം, നല്ലതെന്ന് കണ്ടു, മനോഹരമെന്ന് കണ്ടു. ദൈവം ആ പ്രവൃത്തികൾ നിർത്തിവെച്ചു. അതിന് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അതിന് പൂർണ്ണത കണ്ടു കഴിഞ്ഞു. ആ പൂർണ്ണത ആയ ശേഷം പിന്നീട് അതിലേക്ക് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, വിശ്രമിച്ച ശേഷം അതേ വിശ്രമത്തിലേക്കാണ് ആദാമിനെ ദൈവം കയറ്റിയത്. നമ്മൾ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഏതൻ തോട്ടം ഉണ്ടാക്കി അവിടെ തോട്ടം കാപ്പാനായിട്ട് ആദാമിനെ ഏൽപ്പിച്ചു. അവിടെ വേല ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഡ്രസ് എന്ന് തോട്ടത്തെ കാക്കുക എന്നുള്ള ഒരു ജോലിയാണ്. അതൊരു വലിയ ജോലിയൊന്നുമല്ല. സകലതും അവിടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ നോക്കി നടത്തുക എന്നുള്ള ജോലിയാണ്. അതിനെ മനസ്സിലാക്കണം. നമ്മൾ പിന്നീട് ആദാമിനെ ശപിക്കുന്ന, അല്ലെങ്കിൽ ആദാമൻ ഹവ്വയും പാപം ചെയ്ത ശേഷം ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ കഠിന വാക്കുകൾ, ശാപം ഞാൻ പറയുന്നതിന്റെ കഠിന വാക്കുകൾ നോക്കുമ്പോൾ അത് മനസ്സിലാകും. അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്, നീ വിയർപ്പോടെ ഉപജീവനം കഴിയും, നീ കഷ്ടപ്പെടും എന്ന് പറഞ്ഞ ചില വാക്കുകൾ ദൈവം പറയുന്നുണ്ട്. അപ്പൊ ആ വാക്കും ഈ ഒരു അവസ്ഥയും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം സ്വസ്ഥതയിലായി പ്രവേശിച്ചു കഴിഞ്ഞ ശേഷം ആദാമിനെ അതേ വിശ്രമത്തിലേക്ക് ദൈവം അവിടെ ആക്കി വെക്കുകയാണ്. ഒറ്റ ജോലിയെ കൊടുത്തുള്ളൂ, തോട്ടം കാക്കുക. ദാറ്റ്സ് ഇറ്റ്. ആ വിശ്രമം. പക്ഷേ പാവം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വിശ്രമത്തിൽ നിന്ന് ആദാം പുറത്തുപോയി. പാപത്തിന്റെ ഫലമായിട്ട് ആദാം ദൈവം ഏൽപ്പിച്ച വിശ്രമത്തിൽ നിന്ന് പുറത്തുപോയി. പലപ്പോഴും ദൈവം നമുക്ക് സ്വസ്ഥത തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പല പാപത്തിലും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോ അന്ന് മുതൽ ദൈവം സ്വസ്ഥയിൽ പ്രവേശിച്ച ദൈവമാണ്. ദൈവം എല്ലാം മനോഹരമെന്ന് കണ്ടു. പക്ഷെ ആദാമിന്റെ പാവപ്രവർത്തി മൂലം ദൈവം എങ്ങനെയായിരുന്നുവോ അങ്ങനെയായിരുന്ന അവസ്ഥയിൽ നിന്ന് ആദാം പുറത്തുപോയി, നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഹല്ലേലൂയ പിന്നീട് മനുഷ്യന്റെ പ്രയത്നമെല്ലാം എങ്ങനെ ഇതിലേക്ക് മടങ്ങി വരാമെന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവില്ലാതെ മറ്റൊന്ന് സമാധാനം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ആദാം ബൈ ഡീഫോൾട്ട്, അറിഞ്ഞോ അറിയാതെയോ, ബൈ ഡീഫോൾട്ട് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സ്വയമേ സംഭവിച്ചു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ അർത്ഥം എന്ന് പറയുമ്പോൾ. അപ്പൊ ആദാമിന്റെ ആത്മാവ് അതിനുവേണ്ടി കൊതിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി എന്ത് തുടങ്ങി? ചില പ്രവൃത്തികൾ തുടങ്ങി. ഹല്ലേലൂയ. അത്തരം പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വിശ്രമത്തിൽ കാരണം മനുഷ്യന്റെ പ്രവൃത്തികൾ പര്യാപ്തമല്ല എന്നൊരു തിരിച്ചറിവാണ് നമ്മൾ പഴയ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത്തരം പ്രവൃത്തികളിൽ ഹല്ലേലൂയ മനുഷ്യൻ അറിയാതെയോ അറിഞ്ഞോ ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അത്തരം പ്രവൃത്തി ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ചില നിയമങ്ങൾ ഹല്ലേലൂയ പഴയ പുസ്തകത്തിൽ നമുക്ക് കാണാൻ, ദൈവം ഇസ്രായേലിനെ കൊടുത്തിട്ടുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ ദൈവം ചില പ്രവൃത്തി മനുഷ്യന് കൊടുക്കും. ഹല്ലേലൂയ. കാരണം മനുഷ്യന്റെ ഈ ആഗ്രഹം, ആത്മാവിന്റെ ആഗ്രഹം, ദൈവവുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹത്തെ, അതായത് ദൈവത്തെ സാധിപ്പാനുള്ള നീക്കം, നീതിമാനാകാനുള്ള പരിശ്രമം,
സമാധാനം കണ്ടെത്താനുള്ള പരിശ്രമം, സന്തോഷം നേടാനുള്ള പരിശ്രമം, ഇതെല്ലാം മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. അതിന്റെ ഭാഗമായിട്ടാണ് ചില നിയമങ്ങളൊക്കെ ദൈവം കൊടുക്കാനിടയായി തീർന്നത്. ഹാലലൂയ. അങ്ങനെയുള്ള മനുഷ്യൻ സ്വന്തം പ്രവർത്തിയാൽ ഇത് കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ദൈവം നേരത്തെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു. അവിടെയാണ് ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. ഹാലലൂയ, ക്രിസ്തുവിന്റെ ക്രൂശ് ആണ്. നമുക്ക് മത്തായിയുടെ പുസ്തകം മൗണ്ടൻ സെർമൺ വായിക്കുമ്പോൾ, പർവ്വതപ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ യേശുദാർത്ഥം പറയുന്ന ഒരു വാക്കുണ്ട്, അധ്വാനിക്കുന്ന ഒരു ഭാരതവനുമായി എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നു പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മുടെ വയലിൽ അധ്വാനിക്കുന്ന മനുഷ്യനെ കുറിച്ചോ ഭാരം തല ചുമടെടുത്ത് പോകുന്നവരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആത്മാവിന്റെ ആഴങ്ങൾ ദൈവാത്മാവുടെ ബന്ധത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യനെ, അതിനുവേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ അങ്ങനെ കഷ്ടപ്പെടുന്ന, അതിനുള്ള ഭാരം ചുമക്കുന്ന എല്ലാവരും ഓടിവാ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് യേശു കർത്താവ് പറയുന്നു. ഒരിക്കലും ലിറ്ററലി അവിടെ ഭാരം ചുമക്കുന്നവരെയോ അല്ലെങ്കിൽ ലിറ്ററലി അവിടെ ചുമടെടുക്കുന്നവരെയോ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന മനുഷ്യ ഉദ്ദേശമല്ല പറയുന്നത്. ആത്മീയമായിട്ട് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ആത്മമനുഷ്യനെ അല്ലെങ്കിൽ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഓടിവ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാന്ന് യേശു കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ക്രൂശിന് വളരെ പ്രസക്തിയുള്ളത്. അങ്ങനെ ഹാലലൂയ, ഇങ്ങനെ വീണുപോയ അല്ലെങ്കിൽ വിശ്രമത്തിൽ നിന്ന് പുറത്തുപോയ മനുഷ്യൻ യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ ഹാലലൂയ സകലത നിവൃത്തിയായെന്ന് പറഞ്ഞു. യേശു കർത്താവ് മനുഷ്യ തന്നിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവന്ന ഒരു കാഴ്ച ഹൃദയം പറ്റി കാണുന്നത്. ഹാലലൂയ, സ്തോത്രം. ഞാൻ ഈ വാക്യത്തെ ബേസിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കിടയിലുണ്ട്, പക്ഷെ ചുരുക്കമായി പറഞ്ഞതൊക്കെ നമ്മുടെ സമയത്തിനുള്ളിൽ അത്രയും പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് വീണുപോയ, വിശ്രമത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നിന്ന് വീണുപോയ മനുഷ്യനെ തിരികെ പിടിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവിന്റെ കാൽവരി മരണം. അവിടെ സകലത നിവൃത്തിയായി, സകലതും ചെയ്തു കഴിഞ്ഞു. ഹാലലൂയ, സകലതും ചെയ്ത ശേഷം യേശു കർത്താവ് പറയുന്നു സകല നിവൃത്തിയായി. അതായത് മനുഷ്യനെ വീണ്ടും തന്റെ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ദൈവം യേശു കർത്താവ് മറയെ കൊണ്ടുവരികയും. ഹാലലൂയ, നമ്മൾ പണ്ട് കേട്ടതുപോലെ ഒരു കടമുള്ള മനുഷ്യന്റെ ഹാലലൂയ കടബാധയെല്ലാം മറ്റൊരാൾ ബാങ്കിൽ പോയി അടച്ചു തീർത്തു. പക്ഷേ ഈ മനുഷ്യൻ അറിയുന്നില്ല. ആ അനുഭവമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് നമ്മുടെ എല്ലാ കടങ്ങളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും യേശു കർത്താവ് കാൽവരിയിൽ അടച്ചു തീർത്തു, പേ ചെയ്ത് കഴിഞ്ഞു. സകലതും നിവൃത്തിയായി, സകല കടങ്ങളും തീർത്തു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യുവാനില്ല. ഡെഡ്ലെസ് എന്ന് പറയുമ്പോൾ സകലതും നിവൃത്തിയായി, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ ചെയ്യേണ്ടത് ചെയ്തവന്റെ, അതായത് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, ജയിച്ചു, പിശാചിന്റെ തല തകർത്ത് ക്രൂശിൽ ജയാളിയായി മാറി. ആ ജയിച്ചവന്റെ ഓട്ടം മൂടുന്ന ഹാലലൂയ അവന്റെ പിൻഗാമികളായി മാറുവാൻ നമ്മളെ വിളിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ പ്രവേശിക്കുന്നത്. എങ്ങനെ പ്രവേശിക്കുന്നത്? മരുഭൂമിയിൽ ഹാലലൂയ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകാൻ വന്ന സമയത്ത് അവിശ്വാസത്താൽ നശിച്ചുപോയ ജനം. അവിടെ വിശ്വാസം ആവശ്യമായിരുന്നു. ഹാലലൂയ, അവിശ്വാസത്താൽ ജനം നശിച്ചുപോയി. ഇവിടെ വിശ്വാസം ആവശ്യമാണ്. അതായത് ക്രിസ്തുവിലേക്ക് വേണ്ടി മരിച്ചു എന്ന്. ഹാലലൂയ, ഞാനിവിടെ ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം നമ്മളിൽ ആവശ്യം. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ആ പ്രോമിസിലേക്ക് കയറുവാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കും. തന്റെ എല്ലാ പ്രവൃത്തികളും. ഇവിടെ പ്രവൃത്തികളെന്ന് നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജോലി ചെയ്യണമെന്നല്ല, നമ്മൾ ദൈവത്തെ അധികം അറിയാൻ ശ്രമിക്കേണ്ടെന്നല്ല, ഒന്നുമല്ല അർത്ഥമുള്ളൂ. പക്ഷെ ക്രിസ്തു എന്തൊക്കെ ചെയ്തു അതിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു കൺവിക്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാലലൂയ, സ്തോത്രം. അതുകൊണ്ട് പിന്നീട് നമ്മൾ ഒരു ക്രിസ്തുവിലായി, അല്ലെങ്കിൽ ഒരാൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ആ സ്വസ്ഥത നൽകിയിരിക്കുകയാണ്. നമ്മൾ പ്രവൃത്തി നമ്മുടേതല്ല, ക്രിസ്തുവിൻ്റെതാണ്. ഹാലലൂയ, നമ്മൾ ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിച്ചാണ് മുന്നേറുന്നത്. ഞാൻ പറയാൻ വരുന്ന പോയിന്റ് ഇതാണ്. നമ്മൾ ക്രിസ്തുവിലേക്ക് കഴിയുമ്പോൾ പിന്നീട് ഹാലലൂയ നമ്മൾ ആ സ്വസ്ഥയിലേക്ക് ഓൾറെഡി കയറി കഴിഞ്ഞു. സ്തോത്രം. ഹാലലൂയ, പിന്നീട് നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ ഇഷ്ടങ്ങളല്ല, തമ്പുരാൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചുവോ ഹാലലൂയ അതാണ് പിന്നെ നമ്മൾ നടപ്പിലാകേണ്ടത്. നമ്മൾ പലപ്പോഴും തീരുമാനിക്കും ബ്രദറെ എന്നുള്ള ചില ആഹ്വാനം കേട്ടിട്ടില്ല. നമ്മുടെ തീരുമാനങ്ങളല്ല. ഓഫ്കോഴ്സ് ഞാൻ പറയും, നമ്മൾ പലതവണ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ നമ്മൾ എത്ര തവണ തീരുമാനിച്ചിട്ടും പലപ്പോഴും നമ്മൾ വീണ്ടും പോയിട്ടില്ല. നമ്മൾ ഞാനത് ചെയ്യത്തില്ല. 2 ദിവസമൊക്കെയാണ്, 3rd day വീണ്ടും പഴയ പോലെ വീഴും, ഇല്ലേ? അപ്പൊ നമ്മുടെ തീരുമാനങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിൽ നമ്മൾ ആയി കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ രാജാവായി, ക്രിസ്തു നമ്മുടെ ലോർഡായി മാറി നമ്മൾ ക്രിസ്തു ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളിൽ വേണ്ടത്. ഞാൻ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്തു നമ്മൾ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട്, ക്രിസ്തു നമ്മളിൽ ജീവിച്ചുകൊണ്ട് എന്റെ ആത്മമനുഷ്യൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ വിശ്രമം എന്ന് പറയുന്നത്, സ്വസ്ഥ എന്ന് പറയുന്നത്. ആ സ്വസ്ഥ ഇല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റ്ലെസ് ആയിട്ട് ജീവിക്കാൻ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ അകത്തെ സ്വസ്ഥയില്ല, പുറത്തെ സ്വസ്ഥയില്ല. ഈ സ്വസ്ഥ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തുവിലായി കഴിയുമ്പോൾ
ഇനി ഞാനല്ല, എന്നിൽ ആത്മനുഷ്യൽ ജീവിക്കുന്ന ക്രിസ്തു അഴിവപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ഞാൻ ഞാൻ കർത്താവാണ് എന്നിൽ എന്നെ നയിക്കുന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക. ആ ഒരു തിരിച്ചറിവാണ്. നമുക്കറിയാം അതിനാവശ്യമുള്ള കാര്യങ്ങളൊന്ന് ദൈവത്തോടൊപ്പം നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം മുതൽ ലാസറിന്റെ പുസ്തകം 15 വായിക്കുമ്പോൾ യേശു കർത്താവ് മറിയയും മാർത്തയും കാണാൻ പറ്റുന്ന സമയത്ത് മാർത്ത തന്റെ ജോലിയിൽ മുഴുകി നിന്നു, മറിയ യേശു കർത്താവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു. അപ്പൊ നോക്കിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ദൈവത്തിന്റെ കൂടെ. രണ്ടാമത്തെ കാര്യം പ്രവൃത്തി വേണ്ടെന്നല്ല, പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന്റെ കൂടെ ഇരിക്കുക എന്നുള്ള പ്രക്രിയ. മാർത്ത ദൈവത്തിന്റെ കൂടെ ഇരിക്കാതെ കർത്താവിനെ കണ്ട ശേഷം ഹായ് പറഞ്ഞ ശേഷം തന്റെ ജോലിക്കായി പോയെങ്കിൽ ഓഫ് കോഴ്സ് ദൈവത്തെ വിശ്വസിക്കാൻ തന്നെയാണ്, തെറ്റൊന്നുമില്ല. അതിലുപരിയായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ആ സ്വസ്ഥ എന്ന് പറയുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവത്തിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ കൂടെ ഇരുന്ന ശേഷം ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനെയാണ് സ്വസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആ സ്വസ്ഥയിൽ വളരുക എന്ന് പറഞ്ഞ അതിനെയാണ്. നമ്മൾ ദൈവത്തെ ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അതിലേക്ക് കയറുന്നു. ഹല്ലേലൂയ. പിന്നീട് ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ എന്റെ ആത്മമനുഷ്യനുള്ള ക്രിസ്തുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ തുടർന്നുള്ള അതിന്റെ വളർച്ചയ്ക്ക്, ആ വിശ്രമത്തിൽ നമ്മൾ വളർന്നതിന്റെ പോലുള്ള ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെയുള്ള സമയം സ്പെൻഡ് ചെയ്യലാണ്. മാർത്ത ചെയ്തതുപോലെ. ഹല്ലേലൂയ. അതിനുശേഷമാണ് പ്രവൃത്തി ഉണ്ടാവുന്നത്. മാർത്ത ചെയ്തതുപോലെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ആ വിശ്വാസം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പോരാട്ടം. പലപ്പോഴും നമ്മളെ ഇങ്ങനെയുള്ള അവസ്ഥ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ പല ഡിസ്കറേജ് ചെയ്യുന്ന പൈശാചിക വ്യാപാരങ്ങൾ നമുക്ക് ചുറ്റും, നമ്മളെപ്പോഴും വാച്ച് ചെയ്യുന്ന പൈശാചിക വ്യാപാരങ്ങൾ. ഹല്ലേലൂയ. അവൻ പലപ്പോഴും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾക്ക് പലപ്പോഴും നെഗറ്റീവായി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പോൾ നമുക്ക് മാറില്ലേ, നമ്മൾ ഒരു അത്ഭുതം കണ്ട ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു താഴ്ച ഇതൊക്കെ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെ ദൈവമൊക്കെ ഇത് ദൈവം തന്നെയാണോ, ചില സംശയങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾക്ക് അതിന് കൺവിക്ഷൻ ഉണ്ടാവും, എനിക്ക് അല്പം കൂടെ ദൈവത്തിലേക്ക് അടുക്കണം, അതിന് ചില പ്രവൃത്തികൾ എന്നിൽ നിന്ന് ഉണ്ടാകണം എന്ന്. ഓഫ് കോഴ്സ് വേണ്ടെന്നല്ല, പ്രവൃത്തി വേണ്ടെന്നല്ല, പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആത്മമനുഷ്യനിൽ ഇരിക്കുന്ന ക്രിസ്തു നമ്മളെ നയിക്കുന്ന പോലെ ഒരു പ്രവർത്തനം നമുക്ക് ആവശ്യം. പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഹല്ലേലൂയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പൈശാചിക വ്യാപാരം എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവുണ്ടായ ശേഷം കുറിച്ച് എന്താണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നുള്ള ബോധ്യം. അതായത് വചനം പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിച്ചവനെ എന്നൊക്കെയുള്ള ആ തിരിച്ചറിവ്. ഒരു വശത്തെ പൈശാചിക ശക്തികൾ നമ്മളെ മറ്റൊരത്തേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ മറുസൈഡിൽ വചനം എന്ത് പറയുന്നു, എന്നിൽ ആരിരിക്കുന്നുള്ള ബോധ്യം, ഇതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്വസ്ഥ എന്ന് പറയുന്നത്, വളരുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വസ്ഥ എന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നമ്മൾ ചില അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവത്തില്ല. ദൈവത്തിന്റെ പല പ്രവർത്തനം നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ ഇന്ന് കാണുന്ന പല സംഭവങ്ങൾ നമുക്ക് ഒറ്റനോട് അനീതി തോന്നിയേക്കാം. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പക്ഷെ പലപ്പോഴും ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് ആദ്യം മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ കാണുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെ നമുക്കിത് പരമത്തിൽ നിന്ന് മനസ്സിലാവണം, നമുക്ക് തിക്തഫലം അനുഭവിക്കുന്നവരാ. പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാവണമെന്ന് നിയമമൊന്നുമില്ല. നമുക്ക് മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവർത്തനത്തെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്കെല്ലാം മനസ്സിലാകുന്നു, പക്ഷെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൺവിക്ഷൻ നമുക്ക് ഉണ്ടാകണം. സാഹചര്യങ്ങൾ വളരെ കഠിനമാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം സിംഹാസനത്തിൽ എന്റെ രാജാവായിട്ട് വാഴുന്നുണ്ട്. ഇത്തരമുള്ള തിരിച്ചറിവുകൾ ഹല്ലേലൂയ നമുക്കുണ്ടാവേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ആ അവസ്ഥയാണ് ആ സ്വസ്ഥയിൽ വളരുക എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വഴികളിൽ കംപ്ലീറ്റ് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത്. അപ്പോ ദൈവം തന്റെ പ്രവൃത്തി പൂർത്തിയാക്കി ശ്രമിച്ചതുപോലെ ക്രിസ്തുവിന്റെ പൂർത്തിയായ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർ നമ്മൾ സ്വന്തം യോഗ്യതയിലും ശക്തിയിലും ഒന്നും ആശ്രയിക്കാതെ ദൈവം നൽകിയിരിക്കുന്ന ആ വിശ്രമം, അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ആ ദിവസങ്ങളിൽ അത്തരം അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത് താൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും പൂർണ്ണവും മനോഹരവുമാണെന്നുള്ള ആ ഒരു ബോധ്യം. അതായത് എന്നെയും നിങ്ങളെയും ദൈവമാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് വിളിച്ചു. അങ്ങനെയെങ്കിൽ അതിലേക്ക് പ്രവേശിച്ച് നമ്മൾ പിന്നീട് സംഭവിക്കുന്നതെല്ലാം പൂർണ്ണവും മനോഹരവുമാണെന്നുള്ള തിരിച്ചറിവ് ആർക്കാണ് വേണ്ടത്? ക്രിസ്തുവിലായിരിക്കുന്നവർക്ക്, ക്രിസ്തുവിന്റെ അവസ്ഥയിൽ പ്രവേശിച്ചവർക്ക്, അങ്ങനെ ബോധ്യമുള്ളവർ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തു എന്റെ രാജാവാണ്, ലോഡാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നവർക്ക് പിന്നീട് സംഭവിക്കുന്നതെല്ലാം അവന്റെ ഇതപ്രകാരമാണെന്നുള്ള തിരിച്ചറിവ്, അത് പൂർണ്ണമാണ്, മനോഹരമാണെന്നുള്ള ആ ഒരു ബോധ്യം. അത്തരം അനുഭവത്തിൽ
ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ഹസ്സ എന്ന് പറയുന്നത്. ആ അവസ്ഥ പ്രവേശിച്ച് നാം ഓരോ നമ്മളെല്ലാം അത്തരം അനുഭവങ്ങൾ ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകട്ടെ. അതാണ് നമ്മൾ നയിക്കുന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. മറിച്ച് നമ്മളെ ഒന്നിനും തൊടാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് ദിവസം മുന്നേ ബന്ധപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ അവസ്ഥ പ്രവേശകരാണ്. അതിന് മുന്നിൽ വന്നപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.